Hello dear students, welcome to Finis Technos. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുമായിട്ട് റിലേറ്റ് ചെയ്ത് സിലബസിലുള്ള ഒരു പർട്ടിക്കുലർ പോർഷനാണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിൽ ലീനിയർ ഓൾജിബ്രയിൽ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 5/5. എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓർഡർ എന്താണ്? 5/5 ആണ്. ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ 2 eigen values ഓഫ് ദ മെട്രിക്സ് ആർ ഗിവൺ ബൈ -2j ആൻഡ് +j. ജെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമാജിനറി നമ്പറാണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1നെ ഐക്ക് പകരം അല്ലെങ്കിൽ അയോട്ടയ്ക്ക് പകരം ജെ എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദെർഫോർ 2 eigen values ഓഫ് ദ 5/5 മെട്രിക്സ് എന്താണ്? -2j ആൻഡ് +j ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദെൻ ദ അതർ 3 eigen values ഓഫ് ദ മെട്രിക്സ് ആർ. 4 ഓപ്ഷൻസ് ഉണ്ട്. അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും മിക്കവാറും എക്സാംസിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ്. ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്? ഓഡ് ഓർഡർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ആണെങ്കിൽ ഓൾവേസ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റാണ്. ഏതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ഓഡ് ഓർഡർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ, ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എന്തായിരിക്കും? <= n-1 ആയിരിക്കും. ഒരിക്കലും n ആവത്തില്ല. കാരണം ഇവിടെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഫുൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ഈസ് ഓഡ് ആണെങ്കിൽ മാത്രമാണ്. ഈവൻ ആണെങ്കിൽ 0 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അന്നേരം സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ഓഡ് ഓർഡർ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം, ഒരു eigen വാല്യൂ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ എന്തായാലും ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ eigen വാല്യൂസ് നമുക്കറിയാം എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. ദെർഫോർ അറ്റ്ലീസ്റ്റ് 1 eigen വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദെർഫോർ നമുക്ക് പറയാം, ഈ 5/5 മെട്രിക്സിൽ ഒരു eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ 2 eigen വാല്യൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? -2j ആൻഡ് +j. ഓക്കെ, രണ്ടാമത്തേതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ eigen വാല്യൂസ്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ eigen വാല്യൂസ് എയ്തർ 0 ആയിരിക്കും അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ eigen വാല്യൂസ് എയ്തർ 0 ഓർ പ്യുവർ ഇമാജിനറി. പ്യുവർ ഇമാജിനറി എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലായിരിക്കും? ആൽഫ കാണത്തില്ല, റിയൽ പാർട്ട് കാണത്തില്ല. റിയൽ പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൽഫ +j/β ഫോമിൽ ആൽഫ 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് കിട്ടും j/β ഫോമിലായിരിക്കും ഓൾവേസ് എന്താണ്? eigen വാല്യൂ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അന്നേരം ഓൾറെഡി നമുക്ക് കിട്ടി ഒരു eigen വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. ബാക്കി eigen വാല്യൂസ് എന്തായിരിക്കണം? പ്യുവർ ഇമാജിനറി ആയിരിക്കണം. നമുക്കറിയാം, ഇമാജിനറി നമ്പേഴ്സ് ഒരിക്കലും സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓൾവേസ് ഇമാജിനറി നമ്പേഴ്സ് എന്തായിരിക്കും? കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ദെർഫോർ ഈ 5/5 മെട്രിക്സിൻ്റെ ഒരു eigen വാല്യൂ 0 ആയിരിക്കും. ബാക്കി 4 eigen വാല്യൂസ് എന്തായിരിക്കും? പരസ്പരം കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. ഒരു eigen വാല്യൂ -2j ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെർഫോർ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്തായിരിക്കും? അത് അതർ eigen വാല്യൂ ആയിരിക്കും. -2j ഒരു eigen വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റായ +2j എന്തായിരിക്കും? അതർ eigen വാല്യൂ ആയിരിക്കും. സിമിലർലി മൂന്നാമത്തെ eigen വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? +j ആണ്. +j eigen വാല്യൂ ആയിട്ട് വന്നാൽ ഓൾറെഡി നമുക്ക് പറയാം, ആ +jയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റായ -j എന്തായിരിക്കും? eigen വാല്യൂ ആയിരിക്കും. ദെർഫോർ ഈ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ eigen വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 0, -2j, അതിൻ്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോൺജുഗേറ്റായ +2j അതിൻ്റെ കോൺജുഗേറ്റായ -j. നമുക്കറിയാം കോംപ്ലക്സ് കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഓൾറെഡി പ്യുവർ ഇമാജിനറി ആണ്. ദെർഫോർ ആ ഇമാജിനറി ടേമിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കിട്ടും. ദെർഫോർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന -2jയും +j ആണ്. അതർ eigen വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് അതർ eigen വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് eigen വാല്യൂ എന്തായിരിക്കും?
+2j ആയിരിക്കും. നെക്സ്റ്റ് ഐഗൻ വാല്യൂ -j ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്നിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ആണെങ്കിൽ ഓൾവേസ് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് 0 ആകണമെങ്കിൽ ഒരു ഐഗൻ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓൾവേസ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എയ്തർ 0 ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? പ്യുവർ ഇമാജിനറി ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, പ്യുവർ ഇമാജിനറി ആണെങ്കിൽ AJ എന്ന് പറയുന്നൊരു ഐഗൻ വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ എന്തും എക്സിസ്റ്റ് ചെയ്യും? -AJ എന്ന് പറയുന്ന അതർ ഐഗൻ വാല്യൂയും എക്സിസ്റ്റ് ചെയ്യും. ദെർഫോർ -2j ആണെങ്കിൽ +2jയും ഐഗൻ വാല്യൂ ആയിരിക്കും. സിമിലർലി +j ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റായ -j എന്തായിരിക്കും? ഐഗൻ വാല്യൂ ആയിരിക്കും. ദെർഫോർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ്? 2 ഐഗൻ വാല്യൂസ് തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് അതർ ഐഗൻ വാല്യൂസ്. എന്നിട്ട് ഇവിടെ 5/5 മെട്രിക്സ് ആയതുകൊണ്ടാണ് ഒരു ഐഗൻ വാല്യൂ എന്തായിട്ട് അസ്യൂം ചെയ്തത്? 0 ആയിട്ട് അസ്യൂം ചെയ്തത്. കാരണം ഇവിടെ 4 ഐഗൻ വാല്യൂസ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആവും. എന്താണ്? ലാസ്റ്റ് 5th ഐഗൻ വാല്യൂസ് ഒരിക്കലും എന്താണ്? കോംപ്ലക്സ് നമ്പർ വരത്തില്ല. കാരണം എന്താണ്? കോംപ്ലക്സ് നമ്പർ ഓൾവേസ് എക്സിസ്റ്റ് ആസ് എന്താണ്? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പെയർ ആയിട്ടായിരിക്കും. ദെർഫോർ ഒരു സിംഗിൾ വാല്യൂ ആണെങ്കിൽ കോംപ്ലക്സ് നമ്പർ വരാൻ പറ്റില്ല. അത് ഓൾവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ ഓഡ് ഓർഡർ ആണെങ്കിൽ 1 ഓഫ് ദ ഐഗൻ വാല്യൂസ് 0 ആയിരിക്കും. ബാക്കി ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്സ് ആയിരിക്കും. അന്നേരം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാംസിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സ്ക്യൂ സിമെട്രിക് എന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിമെട്രിക് മെട്രിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക. സ്ക്യൂ സിമെട്രിക്കിന് പകരം സിമെട്രിക് ആണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. ഒരിക്കലും ജെ വരത്തില്ല. ഓൾവേസ് അതെന്തായിരിക്കും? നമ്പേഴ്സ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.